സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മാർച്ച് നടത്തി. ആ മാർച്ച് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഒരു സമരമാണ്. അത് ഈ മാസം 3-ാം തീയതിയാണ് സംസ്ഥാനത്താകെ പ്രഖ്യാപിച്ചത്. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെ തെക്കൻ ജില്ലകളാകെ പ്രളയത്തിൽ മുമ്പ് ഒരു സാഹചര്യത്തിൽ ആ സമരം മാറ്റിവെക്കുകയാണ്. നമ്മളിവിടെയും പ്രതികൂലമായ കാലാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പല സ്ഥലത്തും അത് നടത്താൻ കഴിയാതെ വന്നപ്പോൾ പാർട്ടിയുടെ തീരുമാനമെടുത്തത് 14-ാം തീയതിക്കുള്ളിൽ സൗകര്യപ്രദമായ സമയത്ത് അത് നടത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 13-ാം തീയതി കരുവാരൂരിൽ ആ മാർച്ച് സംഘടിപ്പിക്കേണ്ടത്. ആ മാർച്ചുമായി ബന്ധപ്പെട്ട് വളരെ ആക്ഷേപകരമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ ഉന്നയിക്കുന്നത് കൃത്യമായ മുദ്രാവാക്യങ്ങളും അജണ്ടകളും ആവശ്യങ്ങളും അതിൽ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ചില നടപടികൾക്കെതിരെയും അതോടൊപ്പം തന്നെ കരുവാരൂർ ഉൾപ്പെടെയുള്ള UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികളുടെ പിടിപ്പുകളിലും ഉദാസീനത്തിലും ഒക്കെ ചൂണ്ടിക്കാണിക്കാനുമാണ് ആ സമരം സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറയുകയുണ്ടായി. ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് സംസ്ഥാനത്ത് VD സതീശൻ്റെ ഈ സർക്കാർ അധികാരമേറ്റിട്ട് 3 മാസത്തിനിടയിൽ ജനദ്രോഹകരമായ ഒട്ടേറെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം. ഓരോ ദിവസവും സമരം ചെയ്യാനുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കി കളഞ്ഞു. ഇപ്പോൾ അറിയാം, ക്ഷേമ പെൻഷൻ 65 ലക്ഷം ആളുകൾക്ക് വീടുകളിൽ കൊടുത്തിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയിലപ്പുറം നിരാലംബരായ പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊണ്ടിരുന്ന പെൻഷൻ ആ പരിപാടി നിർത്തലാക്കുന്നു. 5 ലക്ഷം ആളുകൾക്ക് കയറി കിടക്കാൻ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ലൈഫ് പവർ പദ്ധതി നിർത്തലാക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിർത്തലാക്കുക എന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കരുവാരൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ എടുക്കുന്ന ചില നിലപാടുകൾ. ഇവിടെ സമരമൊക്കെ നടന്നു. റോഡുകൾ ഇവർ അധികാരത്തിൽ കയറിയാൽ 100 ദിവസം കൊണ്ട് എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഭരണത്തിൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഏതാണ്ട് നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഏതാണ്ട് 9 മാസത്തോളമായി പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലാണ്. ഇതിനിടയിൽ ഒരു റോഡിൽ ഒരു അറ്റകുറ്റപ്പണിയും അവർക്ക് ഇതുവരെ നടത്താൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വെച്ചിട്ടുള്ള ഫണ്ടുകൾ പോലും ആ ആവശ്യത്തിലേക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പ്രവൃത്തി നടത്താൻ കഴിയാതെ. അപ്പം അത്തരത്തിൽ വളരെ എന്താ പറയുക, ഉദാസീനമായി ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം. അതുകൂടാതെ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് പല പദ്ധതികളും അഴിമതിക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അത് വെറുതെ പറയുന്നതല്ല. നമുക്കറിയാം, ഇവിടെ ഇതിനു മുമ്പ് UDFിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി 5 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നപ്പോഴും അത്തരത്തിൽ അഴിമതി നിറഞ്ഞൊരു ഭരണം തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് കാലാവധി തികയുന്നതിന് മുമ്പ് പല പ്രാവശ്യം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ മാറി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടൊക്കെ മാറിയത്. അഴിമതിയുടെ പണം പങ്കുവെക്കലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോഴും അധികാരത്തിൽ കയറി 9 മാസത്തിനിടയിലും അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഉള്ളത്. ഏറ്റവും പരാമർശിക്കപ്പെട്ട ഒന്ന് കേര ഗ്രാമവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സഖാവ് രാജു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ പരാമർശിച്ചു ഒന്ന് നമ്മുടെ ബഡ് സ്കൂൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് നാട്ടിലാകെ ജനങ്ങളാകെ കൈകോർത്തുകൊണ്ട് നല്ല രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റത്തക്ക വിധം നല്ല രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളത് സംഘടിപ്പിച്ചുകൊണ്ട് ഫണ്ട് സമാഹരിച്ച് 35 സെന്റ് സ്ഥലം വാങ്ങി അവിടെ അത് പണിയുന്നതിനാവശ്യമായ 40 ലക്ഷം രൂപ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വെക്കുകയും അതിന് പ്രവർത്തി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയും അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രൂപമാൻ അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത ആളെന്നുള്ള നിലയിൽ അദ്ദേഹം വിമർശിച്ചു. ഇങ്ങനെ പരാമർശിക്കപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ പറയാൻ നിന്നാൽ കുറേയേറെ സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്ന് സൂചിപ്പിച്ചു കൊണ്ടത് 1-2 കാര്യങ്ങൾ. സമരത്തെയൊക്കെ വളരെ അവഹേളിക്കുന്ന രീതിയിലാണ് പ്രസിഡന്റും കൂടെയുള്ള ചിലരുമൊക്കെ പരാമർശിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് ഞങ്ങൾ കാണും. ഈ നാട്, ഈ
ഈ രീതിയിലായത് ഇത്തരത്തിലുള്ള സമരങ്ങളിലും പോരാട്ടങ്ങളിലൂടെ. ജീവനക്കാർ, അധ്യാപകർ ഞങ്ങളെക്കുറിച്ച് സമരം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അവർ സമരം ചെയ്തിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്തത്. കർഷകരും കർഷക തൊഴിലാളികളും വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത് പോലെ അഭിമാനത്തോടുകൂടി തലനിവർത്തി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾ ഉൾപ്പെടെ അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ സമരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി അതൊരു കുറ്റമായി തെറ്റായി ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നവരുടെ സഹതാപം മാത്രമാണ്. കാരണം അവരാരും ഒരു സമരം നടത്തിയോ ഒരു പോരാട്ടം നടത്തിയോ അതിലൊന്നും പങ്കാളികളായി. അവരുടെ ജീവിതം, രാഷ്ട്രീയ പ്രവർത്തനം വേറെ രീതിയിലാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സമരം നടത്തി തിന്മകൾക്കെതിരെ പോരാടി അശാസ്ത്രീയമായ നിലപാടുകൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കർഷകരും കർഷക തൊഴിലാളികളും യുവാക്കളും അങ്ങനെ ഈ സമസ്ത മേഖലകളിലും നമുക്കറിയാം സമരം ഡൽഹിയിലൊക്കെ കാണുന്നതല്ലേ നമ്മൾ. അപ്പോൾ ആ രീതിയിൽ സമരത്തെ അവഗണിച്ചുകൊണ്ടാണ് അതിന് കലാപം. ഞങ്ങൾക്കത് പറഞ്ഞ ആളുകളോട് പരമപുച്ഛം എന്ന് മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ. മറ്റൊന്ന് ഇദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിനെ പറ്റി പരാമർശം. സംസ്ഥാന സർക്കാർ അധികാരം ഒഴിയുമ്പോൾ, പുതിയ സർക്കാർ അധികാരം വെക്കുമ്പോഴത്തേനും ട്രഷറിയിലെ കണക്കനുസരിച്ച് 6000 കോടി രൂപ നീക്കിയിരിപ്പുണ്ട് എന്ന് അവരുടെ കണക്കിൽ തന്നെ പറയുക. 6000 കോടി ഒരു പുതിയ ഭരണസമിതി ഒരു സർക്കാർ വരുമ്പോൾ ബാക്കി വെച്ചിട്ടുള്ളതിന് മുമ്പ് ചരിത്രമുണ്ട്. നമുക്കറിയാം 2016 ഈ പറയുന്ന പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരം വെക്കുമ്പോൾ എല്ലാം ബാധ്യതകളായിരുന്നു. 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, കരാറുകാർക്ക് പണം കൊടുക്കാൻ ബാക്കി, അങ്ങനെ വലിയ ബാധ്യതയിലാണ് ആ സർക്കാർ അധികാരമേറ്റ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷെ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ 6000 കോടി രൂപ ഖജനാവിൽ നീക്കിമാക്കി വെച്ചിട്ടാണ് ആ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് പരാജയപ്പെട്ടു മാറുന്നത്. അപ്പോൾ അത് അത്തരത്തിൽ പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാനും ആശമാർക്കും അംഗനവാടി ടീച്ചർമാർക്കും ഒക്കെ പണം കൂട്ടിക്കൊടുക്കാനും ഒക്കെ എവിടെ നിന്നുണ്ടായി എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് ഒന്ന് ആലോചിച്ച മനസ്സിലാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ പണമൊക്കെ വീണയും പിണറായി വിജയന്റെ മകളും അടിച്ചുകൊണ്ട് പോയി അവര് അത് അടിച്ചു മാറ്റിയതുകൊണ്ടാണ് ഖജനാവിൽ പണമില്ലാത്തത്. വീണയുമായി ബന്ധപ്പെട്ട കേസ് നമുക്കറിയാം. വീണ നടത്തുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കൺസൾട്ടിംഗ് കമ്പനി അവരവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ വേതനമാണ് അവർക്ക് കിട്ടിയത്. അത് സർക്കാരിന്റെ പണവുമായിട്ട് എന്താണ് ബന്ധം? അവരൊരു തൊഴിലെടുക്കുന്നു, ആ വേതനം അവർക്ക് ലഭിക്കുന്നു. ആ വേതനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. ആ എക്സാലോജിക്ക് CMR എന്ന് പറയുന്ന കമ്പനി പണം കൊടുത്തിട്ടുള്ളവരിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഉണ്ടല്ലോ. എന്തേ അത് അന്വേഷിക്കാത്തത്? അപ്പോ അവർ ഒരു പണിയെടുക്കാതെ ഇവരവരുടെ കൺസൾട്ടൻസി ഫീസ് എന്നുള്ള നിലയിലാണ് ഭാഗിക്കുന്നത്. ഇവിടെ വെറുതെ ആളുകളെ ഒരു സമരത്തിന്റെ പേരിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒക്കെ തേജോവധം ചെയ്യാനാണ് കരുവാരൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തുനിയുന്നതെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് മറുപടി പറയാൻ ഞങ്ങൾക്കറിയാം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് സാധാരണ നമ്മൾ പറയുക. അപ്പൊ ആ റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചാൽ അതേ രീതിയിൽ അതേ നാണയങ്ങൾ തിരിച്ചടിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ സജാദുണ്ട്, ലഭ്യമാക്കേണ്ട കാലഘട്ടത്തിലാണ് ഈ കേരഗ്രാമം പദ്ധതി കരുവാരൂരിൽ അനുവദിച്ചത്. പഞ്ചായത്ത് ഭരണം ആ കാലഘട്ടത്തിൽ LDF-നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം നമ്മുടെ വാർഡുകളിലെല്ലാം ഓരോ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഓരോ കൺവീനർമാരെ രൂപീകരിക്കുകയും ചെയ്യേണ്ടത്. ആ കൺവീനർമാരുടെ യോഗത്തിൽ വെച്ചാണ് എന്നെ കേരഗ്രാമത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത്. ഈ സെക്രട്ടറി പദം ഞാൻ അലങ്കരിക്കുമ്പോൾ എനിക്ക് അന്നേ തോന്നിയിരുന്നു ഈ സമയങ്ങളിൽ UDF-ന്റെ ഭരണകാലമാണ്, അത് വേറെ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ പെടുമെന്നുള്ള ഒരു പേടിയുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കേരഗ്രാമ പദ്ധതിയിൽ 25 ലക്ഷം രൂപ 3 വർഷത്തേക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ വകയായിട്ട് വരുന്ന ഓരോ വർഷം ഗഡുക്കളായിട്ടാണ് വരുന്നത്. ഈ ഗഡുക്കളായിട്ട് വരുന്ന പൈസ ഇതുവരെയും പഞ്ചായത്തിൽ നിലവിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പഞ്ചായത്ത് ഭരണന്മാരോട് കൂടി ഞാൻ നിരന്തരം കൃഷി ഓഫീസിൽ വന്നിട്ട് ചോദിക്കുമായിരുന്നു, കേരഗ്രാമ പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നിലവിൽ എന്നും വന്നിട്ട് എന്നല്ല എപ്പോഴും കൃഷി ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആരായാലും അപ്പോഴെല്ലാം ഒരാളുടെ
വാർഡിൽ മാത്രം, ഒരു കൺവീനറിന്റെ വാർഡിൽ മാത്രമാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കാത്തത്. മറ്റൊക്കെ നടന്നു കഴിഞ്ഞു. അതായത് കൃഷി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാര് ഈ കർഷകരുടെ വീടുകൾ സന്ദർശിക്കുകയും അവരുടെ തെങ്ങിൻതോട്ടങ്ങൾ പരിശോധിക്കുകയും ഇവരെല്ലാം ജോലി തെങ്ങിന് തടയെടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ഫണ്ട് അനുവദിച്ച് കൊടുക്കുന്നത്. അപ്പൊ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഈ കേരഗ്രാമത്തിന്റെ ഫണ്ട് വന്നിട്ടില്ല, നിലവിൽ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോ നമ്മളോട് ചോദിക്കുക, വളം വിതരണമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ വളത്തിന്റെ പൈസ എവിടുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വളം വിതരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളം വിതരണം നടന്നപ്പോഴാണ് അറിയുന്നത്. ഈ 31.5 കിലോ ജൈവവളം എന്നുള്ളൊരു പാക്കറ്റാണ് ഇവിടെ വിതരണം ചെയ്തത്. അതിനകത്ത് 30 കിലോ എന്നുള്ള ഒരു പ്രിന്റഡ് ചാക്കാണ് വരുന്നത്. അത് വെട്ടിയിട്ട് ക്രോസ് വെട്ടിയിട്ട് അത് SPF പാക്കറ്റിൽ നിന്നും പറഞ്ഞിട്ട് ഒരു മാർക്ക് പെന്നും കൊണ്ട് എഴുതിയിട്ട് പിന്നെ 31.5 കിലോ വീതം ആണ് ഗുണഭോക്താക്കളുടെ അടുത്ത് നിന്ന് ഇതിന്റെ വിഹിതം വാങ്ങി. അത് കർഷകരിൽ നിന്ന് പ്രതിഷേധം വന്നപ്പോഴാണ് നമ്മൾ അതിനെ അന്വേഷിക്കുന്നത്. ഇത് പർച്ചേസ് ചെയ്തത് ആരാണ്? ഞാൻ സെക്രട്ടറിയാണ്. ഈ പർച്ചേസ് ചെയ്തപ്പോൾ ഇവര് നമ്മളോട് പറഞ്ഞിട്ടില്ല. വിതരണം നടത്താൻ തീരുമാനിക്കും, അത് ഞാനോട് ആ കമ്മിറ്റി തന്നെയാണ് തീരുമാനിക്കും. പക്ഷേ ഇത് പർച്ചേസ് ചെയ്ത ആളുകൾ എന്തുകൊണ്ടാണ് ഈ 30 കിലോയുടെ ചാക്ക് 31 കിലോ ആയിട്ട് വർദ്ധിപ്പിച്ച് കേരള കർഷകർക്ക് വിതരണം ചെയ്തു? അതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം കൊടുക്കുന്ന ഒരു വളമാണ് മഗ്നീഷ്യം. ഈ മഗ്നീഷ്യം 25 രൂപയ്ക്ക് എവിടെ പോയാലും ബൾക്കായിട്ട് ഹോൾസെയിൽ കിട്ടും. ഈ സാധനം 31 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. ഇതെന്തുകൊണ്ട് അങ്ങനെ മേടിച്ചു? ഈ ചോദ്യമാണ് ഞാൻ അവിടെ ചോദിച്ചത്. നമ്മുടെ പ്രസിഡന്റ് പറയുകയുണ്ടായി, സംശയത്തിന്റെ ഭാഗമായിട്ട് ജെയിംസ് മാഷയും രാജുവിനെയും ഞാൻ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ ആരായുന്നു. പക്ഷേ സത്യാവസ്ഥ അതല്ല. പത്രസമ്മേളനം നടത്തുമ്പോൾ മുന്നിലിരുന്നിട്ട് വായിട്ടൊന്ന് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കല്ല. കരുവാരക്കുണ്ടിൽ ഒരു സമിതിയുണ്ട്, ADs മീറ്റിംഗ്, അതായത് പിന്നെ കൃഷി വികസന സമിതി. ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളാണ്. ഈ പ്രതിനിധികളുടെ ഭാഗമായിട്ടാണ് ഞാനും ജെയിംസ് മാഷും അവിടെ പങ്കെടുത്തത്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഖാവ് മുരളി, അദ്ദേഹം അന്ന് ലീവായി. എന്നിട്ട് അദ്ദേഹം അവിടെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെ രണ്ടുപേരെ വിളിച്ചു വരുത്തി നിനക്കെന്താ രാജിവെച്ചുകൂടി, നിനക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ രാജിവെച്ചുകൂടി. ഞാനത് ചൂണ്ടിക്കാണിച്ചു. ഇവിടെ പുറത്ത് കർഷകരിൽ നിന്ന് കുറേ ആക്ഷേപങ്ങൾ എന്റെ മേലേക്ക് തിരിഞ്ഞു. എന്താണ് നിങ്ങൾ അങ്ങനെ വളം വിതരണം ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ എന്റെ മേലേക്കുമുണ്ട്. അതുകൊണ്ട് കൃഷി ഓഫീസറോടും പ്രസിഡന്റിനോടും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷബീർ അലിയോടും നൗഷാദ് കുറിക്കോടും എല്ലാവരും ഈ ADS അംഗങ്ങളും എല്ലാം ചെന്നപ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. പക്ഷെ അത് വളച്ചൊടിച്ചിട്ട് ഇദ്ദേഹം അത് മുഴുവൻ തെറ്റ് അത് സെക്രട്ടറി അറിയേണ്ടതായിരുന്നു. ഇപ്പൊ നിലവിൽ എന്താ സാധ്യത? ഇവിടെ ഈ വളവിതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതിനുള്ളൂ. നിങ്ങൾ ഡീൽ ചെയ്ത ഡീലർ ആരാണ്? ആ ഡീലർ എന്ന് സെക്രട്ടറി എന്ന നിലയ്ക്ക് എൻ്റെ അടുത്തൊന്ന് കൊടുത്താൽ ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഇത് മേടിച്ചത്? 25 രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന മഗ്നീഷ്യം 31 രൂപയ്ക്ക് മേടിച്ചപ്പോൾ അവിടെ തന്നെ എത്ര രൂപ വ്യത്യാസം വന്നു? ഇത് കൃഷി ഓഫീസർമാരുടെ ഉദ്യോഗസ്ഥരുടെ വേലക്കിട്ടിട്ട് ഭരണസമിതി നൈസായിട്ട് മാറുക. അത് പർച്ചേസ് ചെയ്തത് ഉദ്യോഗസ്ഥരാണ്. കൃഷി ഉദ്യോഗസ്ഥന്മാരെ മേലിൽ വെക്കാതെ എന്തുകൊണ്ട് അത് വാങ്ങി, ഈ തൂക്കത്തിൽ എന്തുകൊണ്ട് ഇത് വ്യത്യാസം വന്നു എന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഈ സെക്രട്ടറിയുടെ മുകളിലേക്ക് ഇതെല്ലാം ഇതാണ് പറയാനുള്ളത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ സത്യസന്ധമാണ്.
അദ്ദേഹം പച്ചക്കള്ളമാണ് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. നമ്മൾ കരുവാരക്കുണ്ടിലെ മുഴുവൻ പൊതുസമൂഹത്തെയും അണിനിരത്തിക്കൊണ്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് ഏകദേശം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ദേശീയ മലയോര ഹൈവേയിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയുള്ള സ്ഥലത്ത് 51,000 രൂപയാണ് ഒരു സെന്റിന് നമ്മൾ ആ ഭൂമിക്ക് വില കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 35 സെന്റ് സ്ഥലത്തിന് വരുന്നത് 28,35,000 രൂപയാണ് അതിന് വരുന്നത്. അതിന് നമ്മൾ ആദ്യത്തെ ഫെസ്റ്റിൽ നിന്ന് ലഭിച്ച 23 ലക്ഷത്തിൻ്റെ മുകളിൽ ആദ്യം കൊടുത്ത് രജിസ്ട്രേഷൻ വാങ്ങുകയും അത് പഞ്ചായത്ത് ആസ്തിയിലേക്ക് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറിയുടെ പേരിലാണ് അന്ന് രജിസ്ട്രേഷൻ നമ്മൾ നടത്തിയത്. ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം അന്നത്തെ ഈ ഒരു സംവിധാനത്തെ എന്തോ ഒരു കമ്മീഷൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ